ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ പ്രകൃതി നോക്കുകയാണെങ്കിൽ ഓരോന്നിനും ഓരോ നിയമമുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ എനർജി ലെവൽ കൂടുന്നതനുസരിച്ച് ആരോഗ്യവും സന്തോഷവും ഒക്കെ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ പങ്കാളികളെ സംബന്ധിച്ചാണെങ്കിലും സംതൃപ്തമായ ദാമ്പത്യ ജീവിതത്തിന് ഒരു പ്രത്യേക എനർജി ലെവൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഏത് കാര്യം എടുത്താലും അതിൻ്റേതായിട്ടുള്ള ചില രീതികളുണ്ട്, ചില നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ലൈംഗികതയുടെ കാര്യത്തിലും. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ രണ്ടു കൂട്ടർക്കും ഇതിനകത്ത് സംതൃപ്തി കിട്ടത്തുള്ളൂ. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. പങ്കാളികളെ സംബന്ധിച്ച് ചില സാഹചര്യത്തിൽ സ്വാഭാവികമായ രീതിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാണ്. ഒരു ഭാഗത്ത് പോസിറ്റീവാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് നെഗറ്റീവായിരിക്കും. അപ്പോൾ കിട്ടുന്ന സാഹചര്യത്തെ മാക്സിമം ഇതിനകത്ത് പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തണം. ഇപ്പോൾ ഈ ഒരു കാര്യത്തിനകത്ത് എല്ലാവർക്കും ഒരേ രീതി എന്നൊരു കൺസെപ്റ്റ് ഇല്ലല്ലോ. ചിലർക്കാണെങ്കിൽ ഫോർപ്ലേ ഒക്കെ കുറച്ച് സമയം മതി, എന്നാൽ ചിലർക്കങ്ങനല്ല, അവർക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ ഇവിടെയും ചില കാര്യങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏത് ഭാഗത്താണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ആ ഭാഗം പങ്കാളിക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നതായിരിക്കണം. ഇത് മാത്രമല്ല, ഏത് തരത്തിലുള്ള ക്രിയകളോടാണ് താല്പര്യം എന്നുകൂടി മനസ്സിലാക്കണം. ഓരോരുത്തരെയും പെട്ടെന്ന് മൂടാക്കുന്ന ചില രീതികളുണ്ട്, ചില മെത്തേഡുകളുണ്ട്. അതേതാണെന്ന് റെസ്പോൺസിൽ കൂടിയേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിനകത്ത് ഓരോരുത്തരുടെയും ശീലങ്ങൾ, ഫാൻറ്റസികൾ, സങ്കല്പങ്ങൾ ഒക്കെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില പങ്കാളികൾ തമ്മിൽ അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആകർഷണം കാണത്തില്ല. പക്ഷേ അവരുടെ സങ്കല്പത്തിനകത്തൂടെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചില വ്യക്തികളെ സംബന്ധിച്ച് ഏത് സാഹചര്യത്തിലും ഏത് പ്രായത്തിലും ഇത് ആസ്വദിക്കാനുള്ളൊരു കഴിവുണ്ട്. തന്നെയല്ല, അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു പ്രാധാന്യമുണ്ട്. ചിലർക്കാണെങ്കിൽ ഇത് ആസ്വദിക്കാനുള്ള സാഹചര്യം നല്ല രീതിയിലുണ്ട്, എന്നാൽ ചിലർക്കാണെങ്കിൽ ഒട്ടുമില്ല. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, അവർക്ക് വലിയ സാഹചര്യമൊന്നും ഇല്ലെങ്കിലും അവരുടെ ആ ഉപബോധ മനസ്സിൻ്റെ ആ ഒരു പ്രവർത്തനം കൊണ്ട് അവർ സാഹചര്യം ഉണ്ടാക്കും. ഇപ്പോൾ ഏത് കാര്യത്തിനകത്താണെങ്കിലും ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ തൃപ്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവർക്കതിനകത്ത് ഒരാഗ്രഹമുണ്ടാകണം. ആഗ്രഹം മാത്രം പോരാ, അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ സ്വയം ചെയ്യുകയും വേണം. പുരുഷന്മാരെ സംബന്ധിച്ച് ലിംഗത്തിലേക്ക് എത്രത്തോളം ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നോ അത്രത്തോളം ആത്മവിശ്വാസം വർദ്ധിക്കും. തന്നെയല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പ്രവർത്തനവും സ്വയം ചെയ്ത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കാരണം മറ്റൊന്നുമല്ല, ഏത് കാര്യവും നമ്മുടെ നിയന്ത്രണത്തിലാകണമെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണം. സ്ത്രീകളെ സംബന്ധിച്ചും അതുപോലെയാണ്. എവിടെയാണ് സ്ട്രോക്ക് കൂടുതലായിട്ട് വേണ്ടതെന്ന് മനസ്സിലാക്കാൻ അവരും ചില കാര്യങ്ങൾ സ്വയം ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്വയം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ മനസ്സിൻ്റെ പ്രവർത്തനവും ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നതുമായിട്ടും വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഇത് ചെയ്യാനായിട്ട് തീവ്രമായ ഒരു ആഗ്രഹം തോന്നാറുണ്ട്. ഈ സമയത്ത് ശരീരത്ത് നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങൾ ഇതിൻ്റെ തീവ്രത കൂട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള പങ്കാളികളെ സംബന്ധിച്ച് ഈ സമയത്തുള്ള ചില റെസ്പോൺസിൽ കൂടി അല്ലെങ്കിൽ ചില ശബ്ദത്തിൽ കൂടിയൊക്കെ ഇപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്ക് ഏതവസ്ഥയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു കാര്യത്തിനകത്ത് മിക്കവാറും സ്ത്രീകളെ സംബന്ധിച്ച് ഒരതൃപ്തി വരുന്നത് എന്താണെന്നറിയാവോ? ക്രിസരിയുടെ ഭാഗത്ത് ശരിയായ രീതിയിൽ സ്ട്രോക്ക് കിട്ടുന്നില്ല. മാത്രമല്ല, സ്പീഡ് കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതും കിട്ടുന്നില്ല. അപ്പോൾ ചില സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് ഇതിനകത്ത് നല്ല രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു രീതിക്ക് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ പല ഫീലിങ്സുകളും അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഒരു ഹാബിറ്റിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടുവരുന്നത്. ചില പൊസിഷൻ തന്നെ നോക്കി അറിയാം, അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട്, ഒരു രസമുണ്ട്. അപ്പോൾ ഏത് രീതിയാണെങ്കിലും വീണ്ടും അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രഹസ്യം എന്താണ്? ഒരു ത്രില്ലോട് കൂടിയ എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു കാര്യം സാധാരണ രീതിയിൽ ചെയ്യുന്നതും ഒരു വെറൈറ്റി രീതിയിൽ ചെയ്യുന്നതുമായിട്ടൊരു വ്യത്യാസമുണ്ട്. അതിനകത്തൊരു പ്രത്യേക ത്രില്ലുണ്ട്. ഇപ്പോൾ ഏത് കാര്യത്തിനകത്താണെങ്കിലും ഒരു വ്യക്തി അവൻ്റെ സാധ്യതകളെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു അതനുസരിച്ചിരിക്കും അവൻ്റെ സന്തോഷം, സംതൃപ്തി എല്ലാം തന്നെ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.